പ്രിയ സഹോദരങ്ങളെ, നോമ്പ് മാസം വരികയാണല്ലോ. ഒരു മാസം നമ്മൾ ഭക്ഷണമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഒരുപാട് പേരുടെ ഇന്നത്തെ രോഗത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തതല്ല. 10-20 വർഷം മുൻപ് അല്ലെങ്കിൽ 50-100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം ഇല്ലാത്തതായിരുന്നു. ഡോക്ടർമാർ എഴുതിയ ബുക്കുകളിലൊക്കെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് വിറ്റാമിൻ്റെ കുറവുകൾ കൊണ്ടുള്ള രോഗങ്ങളായിരുന്നു. ഇന്ന് ഡോക്ടർമാർക്ക് നേരിടേണ്ടി വരുന്ന വിറ്റാമിൻ്റെ കുറവ് കൊണ്ടുള്ള രോഗങ്ങളല്ല, തടി കൂടിയതും കൊഴുപ്പ് കൂടിയതുമായിട്ടുള്ള രോഗങ്ങളാണ്. ഈ സാഹചര്യത്തിൽ നോമ്പ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഈ അനുഗ്രഹമായി കിട്ടിയിട്ടുള്ള, രോഗത്തിനെ മാറ്റാൻ കിട്ടിയിട്ടുള്ള ഈ അവസരത്തെ ഞാൻ അടക്കമുള്ളവർ വേറെ രോഗത്തിലേക്ക് നയിക്കുന്ന കാരണമാവുന്നുണ്ട്. എന്താ കാരണം? നമ്മളുടെ തീറ്റയും നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ അറിവില്ലായ്മയുമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സത്യം പറഞ്ഞു തുടങ്ങണമല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലെ വചനം നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് ബാക്കിയുള്ളവരോട് പറയുന്നു എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം. നോമ്പിന് ഇന്നത് കഴിക്കണം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ വിഷയത്തിലും വീഡിയോ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ആളുകളെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കാര്യമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ആ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാതിരിക്കാനുള്ള കാരണം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ നോമ്പിന് നന്നായിട്ട് കഴിച്ചു. പിന്നെ എനിക്ക് മാനസികമായിട്ട് അത് ചെയ്യാനൊരു പ്രയാസം. അങ്ങനെ കഴിഞ്ഞ നോമ്പിന് ഞാൻ നല്ല കൺട്രോൾ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ശ്രമത്തിൽ, ആ ഒരു വിജയത്തിൽ, ആ ഒരു അനുഭവത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്രാവശ്യം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുമ്പത്തെ പ്രാവശ്യം കഴിക്കാൻ എന്തുകൊണ്ട് കഴിച്ചു എന്നുള്ളത് ഞാനൊരു പഠനം നടത്തി. അതിനൊരു കാരണമുണ്ട്. ഞാൻ തൃശ്ശൂരാണ് പഠിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തൃശ്ശൂരേക്ക് പോകുമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അവിടെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം അത് നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കി തരും. മെനുവിൽ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് തരും. രാത്രിയുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അത്താഴത്തിനും നമുക്ക് ഉണ്ടാക്കി തരും. പഴയത് തരുമല്ല കേട്ടോ. പക്ഷേ അന്നത്തെ നോമ്പ് കുറച്ച് കഠിനമായിരുന്നു. പിന്നെ മലപ്പുറത്ത് നിന്ന് വിട്ട് നിന്നിട്ട് ഹോസ്റ്റലിൽ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ വീട്ടിൽ ഉമ്മാൻ്റെ ഭക്ഷണം ഇല്ലാത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഇനി എന്ത് കിട്ടിയാലും ശരിയാവാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അന്ന് കരിച്ചത് കഴിക്കാനും പൊരിച്ചത് കഴിക്കാനും അതുപോലെ തന്നെ വടയും ഒക്കെ കഴിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. അന്ന് PC തോമസ് സാറ് പറയായിരുന്നു, നിങ്ങൾ എപ്പോഴും ഈ ഒരു വർഷം കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് ക്ഷമിച്ച് നിൽക്കുമെന്ന് പറയാറുണ്ട്. എന്താ അങ്ങനെ വന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നീട് നോമ്പ് കാണുമ്പോൾ ഞാനും നന്നായിട്ട് കഴിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് പറയാനൊരു മടിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ വെയിറ്റ് കുറേ കുറച്ചു, വയറ് കുറേ കുറച്ചു. അപ്പോൾ ഒരു സാദാ സീത ആളായിട്ട് നോമ്പ് നോൽക്കുന്ന, അത് കാരണം നോമ്പിൽ കരിച്ചതും പൊരിച്ചതൊക്കെ തിന്നിട്ട് അതിൻ്റെ ദോഷമുണ്ടായ, അത് കഴിച്ചതും പൊരിച്ചതൊക്കെ തിന്നാത്തത് കൊണ്ട് അതിൻ്റെ അസുഖങ്ങളൊക്കെ കുറഞ്ഞ ഒരാളായിട്ടുള്ള ഒരു അനുഭവം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നോമ്പുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവുക, നോമ്പുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളുണ്ടാവും, ഈ അപകടങ്ങൾ വരുന്നത് നോമ്പിൻ്റെ പ്രശ്നമാണോ അതോ നമ്മളെ പ്രശ്നമാണോ, അങ്ങനെ നമ്മളെ പ്രശ്നമാണെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചർച്ച ചെയ്യാനാണ് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നോമ്പ് എന്നുള്ളത് മാനവരാശിക്കുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ദൈവം തമ്പുരാനെ ഇറക്കിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ പടച്ചോനെ പറ്റിക്കുകയാണ്. ഭക്ഷണം ഉച്ചക്ക് കഴിക്കാൻ സമ്മതിച്ചില്ല അല്ലേ, എന്നാൽ കാണിച്ചു തരാം, രാത്രി ഞങ്ങൾ തിന്നിങ്ങോട്ട് പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്നേ വരെ നമ്മൾ കഴിക്കാത്തതും രുചിക്കാത്തതുമായിട്ടുള്ള ഭക്ഷണം ഈ നിയന്ത്രിക്കാൻ പറഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് കഴിച്ച് വർജിക്കാൻ പറഞ്ഞ, ആരോഗ്യം ഉണ്ടാക്കാൻ പറഞ്ഞ ആളുകൾ അതില്ലാതെ അതിനെന്താണോ വിപരീതം അങ്ങനെ കാണിക്കുക. പകൽ കഴിക്കുന്നില്ല എന്നുള്ളൂ, രാത്രി അതിൻ്റെ ഇരട്ടി കഴിച്ചിട്ട് രോഗം ഉണ്ടാക്കുകയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് പറയട്ടെ, ഞാനിന്ന് നല്ലൊരു ശതമാനം രോഗങ്ങൾ കണ്ടിട്ടുള്ളത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഭക്ഷണം അമിതമായതിൻ്റെയും സമയത്ത് കഴിക്കാത്തതിൻ്റെയും വാരി വലിച്ച് കഴിച്ചതിൻ്റെയും കണ്ണി കണ്ടത് കഴിച്ചതിൻ്റെയും പേരിൽ. 2, മാനസിക സമ്മർദ്ദങ്ങളുടെ പേരിൽ. പൈസ ഉണ്ടാവും, വണ്ടികളുണ്ടാവും, സൗകര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ മറ്റവനോട് ചൊറിഞ്ഞിട്ടും ഇവനോട് മാന്തിയിട്ടും മനസ്സിക്ക് സമാധാനം ഉണ്ടാവില്ല. വലിയ വലിയ വീടും ലോകത്തിൽ ഏറ്റവും മുന്തിയ കട്ടിലും അതിലുള്ള നല്ല മെത്തയുണ്ടാവും. അതിലൊന്ന് സ്വൈരായിട്ട് കടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല, അതിന് ഉറക്ക ഗുളിക വേണ്ടി വരും. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ ഈ നോമ്പിനെ ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. നോമ്പ് എന്താ പഠിപ്പിക്കുന്നത്? ഉള്ളത് മറ്റവന് കൊടുക്കുക, സ്വയം സഹനം, മറ്റുള്ളവൻ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും മിണ്ടാതിരിക്കുക. ഞാൻ നോമ്പുകാരനാണ്, ഈ വിട് എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയുള്ളൊരു മനസ്സിൽ അതല്ലെങ്കിൽ എന്ത് പ്രകോപനത്തെയും നേരിടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്ക്കും എന്നിട്ട് വരെ ഞാൻ കഴിക്കണില്ല, എന്തിനാണ്? ഞാനൊരു ആദർശത്തിൻ്റെ പേരിൽ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ പിടിച്ചു നിർത്തുകയാണെന്ന് പറയുന്ന ഒരാൾക്ക് മനസ്സിനെ ഈസിയായിട്ട് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് കുറേ മാനസിക പ്രശ്നങ്ങൾ അവിടെ തീരും. 2, ഭക്ഷണം വാരി വലിച്ച് കഴിച്ചതുകൊണ്ടാണ് രോഗം വരുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, കൊഴുപ്പ് കൂടിയിട്ടുള്ള, കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ വയറ് കൂടിയിട്ടുള്ള, PCOD പോലുള്ള, മുട്ടുവേദന പോലുള്ള, അതല്ലെങ്കിൽ കുട്ടികളില്ലാത്ത, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ, പ്രമേഹം, പ്രഷർ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണത്തിൽ നിന്നല്ലേ വരുന്നത്. പാരമ്പര്യമൊക്കെ വളരെ കുറഞ്ഞ ഘടകമാണ്. അപ്പോൾ ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ല മരുന്നാണ് നോമ്പ് എന്നുള്ളത്. കാരണം എന്താ? നോമ്പ് അമിതമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ പോലും അയൽപക്കത്ത് പട്ടിണി കിടക്കുന്നവൻ്റെ വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാതെ കഴിക്കാതിരിക്കുകയാണ്, ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ഗുണങ്ങൾ കിട്ടും. ഒന്നാമത്തത്, ശരീരത്തിലെ കുറേ വേസ്റ്റുകൾ പുറന്തള്ളും. കുറേ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ ഉപയോഗിക്കും. ആ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് ഉപയോഗിച്ച് വയറൊക്കെ ഒന്ന് കുറയും, തടിയൊക്കെ ഒന്ന് കുറയും. അങ്ങനെ കുറേ രോഗങ്ങൾ കുറയും. കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഇതൊക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തോട്ടം ഉണ്ടാവും. അറ്റാക്കിനൊക്കെ ഉള്ള, സ്ട്രോക്കിനൊക്കെ ഉള്ള, BP കൂടാനൊക്കെ ഉള്ള സാധ്യത വളരെയേറെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഷുഗർ പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനും, ശരീരത്തിൽ ഷുഗർ കുറച്ചിട്ട് അത്തരം രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ നല്ലൊരു പരിചയമാവും. യൂറിക് ആസിഡ് പിന്നെ പറയണ്ട, ഈ ഭക്ഷണങ്ങളൊക്കെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിയന്ത്രിക്കും. എന്നാൽ ചില രോഗങ്ങളുള്ളവർക്ക് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചേ ഉപയോഗിക്കാവുള്ളൂ. പടച്ചോൻ അതിന് ഇളവും തന്നിട്ടുണ്ട്. ക്യാൻസർ രോഗികൾ, 4 നേരം മരുന്ന് ഉപയോഗിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഹാർട്ടിൻ്റെ രോഗമുള്ളവർ, പെട്ടെന്ന് ഇലക്ട്രോലൈറ്റ് കുറയും കൂടുകയൊക്കെ ചെയ്യുന്ന രോഗങ്ങൾ, സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറയുന്ന ആളുകൾ, മാനസിക രോഗികൾ, അതുപോലെ പാലൂട്ടുന്ന അമ്മമാർ, പ്രായപൂർത്തിയാവാത്തവർ, ചികിത്സയിലിരിക്കുന്ന, മരുന്ന് നിർബന്ധമായും സമയത്ത് എടുക്കേണ്ട ആളുകൾ, കിഡ്നി രോഗമുള്ളവർ, ഇങ്ങനത്തെവർക്കൊക്കെ ഇളവുകളും കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത ആളുകൾക്ക്, നമ്മളുടെ ഇന്ന് നാട്ടിൽ കൊളസ്ട്രോൾ ഉണ്ട്, പ്രമേഹം ഉണ്ട്, പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞ് തോന്നിനൊക്കെ ആശുപത്രിക്ക് വരുന്ന ആളുകൾക്ക് നോമ്പ് ശരിക്കൊരു പരിചയമാണ് ആവുന്നത്. കാരണം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ ശരീരത്തിൽ സംഭരിച്ചു വെക്കും. നിങ്ങൾ 100 ഗ്രാം ഭക്ഷണം കഴിച്ചാൽ 100 ഗ്രാം മുഴുവൻ മലായിട്ട് പോകുന്നില്ല, കുറേ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് ആ സ്റ്റോർ ചെയ്തതിൽ നിന്ന് ഉപയോഗിക്കുക ചെയ്യുക. ഇവിടെ നമുക്ക് വിശക്കുമ്പോൾ ഫുള്ളാക്കുകയാണ്, ടാങ്ക് ഫുള്ളാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ അട്ടിക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതേ, ഇതാണ് പൊണ്ണത്തടി ഉണ്ടാക്കുന്നതേ, ഇതാണ് നിങ്ങൾക്ക് അൾസറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാവുന്നതേ, ഇതാണ് കൊളസ്ട്രോൾ കൂടിയിട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കാതെ കിടക്കുന്നതൊക്കെ ഉപയോഗിക്കുകയും വിശപ്പുണ്ടായിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച കൊഴുപ്പ് ഉപയോഗിക്കുകയും തടി കുറയുകയും നേരത്തെ പറഞ്ഞ രോഗങ്ങളൊക്കെ കുറയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ രോഗങ്ങൾക്കൊക്കെ നോമ്പ് എന്നുള്ളത് നല്ല ഒരു പരിചയമാണ്. ദൈവം തമ്പുരാൻ പറഞ്ഞ പോലെ ഇത് നല്ലൊരു അനുഗ്രഹമാണ്. എന്നാൽ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? നമ്മൾ രോഗിയായി മാറുകയാണ്. എന്തുകൊണ്ടാണ് രോഗിയായി മാറുന്നത്? ഒന്ന്, രാത്രി കണ്ടമാനം വാരി വലിച്ച് കഴിക്കും. ഇനി അനുവദിക്കപ്പെട്ട സമയത്ത് കഴിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫുൾ ജാർ സോഡ, അൽഫാം, ബ്രോസ്റ്റ്, സോസ്, മയണൈസ്. ഇത് കഴിഞ്ഞ് ഇതൊക്കെ രാത്രി ചൂടാക്കിയിട്ട് രാവിലെ പിന്നെയും കഴിക്കും. ഇത് കൂടാതെ ചെയ്യണത് എന്താണ്? വയറ് നിറയെ കഴിച്ചിട്ടാണ് ഉറങ്ങുക. അത്താഴം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഉറങ്ങും. ശോധന ശരിക്കുണ്ടാകില്ല. വ്യായാമം നോമ്പാണെന്ന് പറഞ്ഞിട്ട് നിർത്തും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ജീവിതശൈലിയിലും വ്യത്യാസം വരും, ഭക്ഷണത്തിലും വ്യത്യാസം വരും. അപ്പോൾ അതാവാതിരിക്കാൻ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞുതരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള എന്നെ അങ്ങ് പറഞ്ഞുതരാം. രാവിലെ നോമ്പ് തുറക്കണതിൻ്റെ 5 മിനിറ്റ് മുമ്പ് നീക്കണ പരിപാടി ഒഴിവാക്കുക. ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക. എന്നിട്ട് ആദ്യം ശോധനയും പല്ല് തേക്കലും മൂത്രമൊഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് 1.5 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് രാവിലെ വയറ്റിലേക്ക് എത്തണം. 1.5 ലിറ്റർ. കാരണം നോമ്പിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചിട്ട് ഏതാണ്ട് ആഴ്ചകൾ നിലനിൽക്കാൻ കഴിയും. എന്നാൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം മാത്രം കഴിച്ചാൽ വളരെ കുറച്ചേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നോമ്പിന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുക വെള്ളം കുടിയുടെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് മൂത്രക്കടച്ചിലുണ്ടാകുന്നത്, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വയറിൽ വേദനകളായിട്ട് വരുന്നത്, മലമുറച്ച് പൈൽസ് പോലെ ഫിഷർ പോലെയുള്ള രോഗം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. രാവിലെ 1.5 ലിറ്ററും വൈകുന്നേരം 1 ലിറ്ററും കുടിക്കണം. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 3/4 ലിറ്റർ കുടിക്കാൻ ശ്രമിക്കുക.
അത് തന്നെ രാവിലെ വെറും വയറ്റിൽ പച്ചവെള്ളം കുടിക്കാം. പക്ഷേ കുറച്ച് ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ ആ ഉപ്പുള്ള കാരണത്താൽ ഉപ്പിൻ്റെ അംശം നിലനിർത്താനും പറ്റും. അതുപോലെ തന്നെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും പറ്റും. എന്നാൽ നീച്ചേക്കിന് തന്നെ വെറും വയറ്റിൽ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. 1.5 ലിറ്റർ വെള്ളം കുടിക്കുക. അതിൽ പാലും നല്ലതാണ്. പാല് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ പാലെടുക്കുക, അങ്ങനെ കഴിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് രാവിലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ചെയ്യേണ്ടത് നമ്മളെന്താ ചെയ്യുക, തലേ ദിവസത്തെ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, നല്ലോണം എടുത്തിട്ട് അത് ചൂടാക്കി കഴിക്കും. ആ ചൂടാക്കുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ തലേ ദിവസത്തെ ബിരിയാണിയും മന്തിയും ബാക്കിയുള്ളത് എടുക്കുമ്പോൾ അത് രാവിലെ തട്ടുന്നതും പ്രശ്നമാണ്. ഏറ്റവും നല്ലത് രാവിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാത്രി ഉള്ളൂ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് മെല്ലെ ദഹിക്കണ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ നമുക്കറിയാം കഞ്ഞി കുടിച്ചാൽ കണ്ടുകൊണ്ട് കുറച്ചേരം കഴിഞ്ഞാൽ മൂത്രയിക്കാൻ പോകും. അത് മൂത്രയിച്ച് കഴിഞ്ഞാൽ വിശപ്പുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ വേണ്ട. ഞാൻ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കണില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. പെട്ടെന്ന് ദഹിക്കണേ ദോശ, ഇഡ്ഡലി, പുട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചാൽ വേഗം ദഹിക്കും, വേഗം വിശപ്പുണ്ടാവും, ശരീരത്തിന് എനർജി കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ സമയം നിൽക്കുന്ന പെട്ടെന്ന് ഷുഗറായി മാറാത്ത സംഗതികൾ, അതിന് ബെസ്റ്റ് സാധനമാണ് ചപ്പാത്തി, ഗോതമ്പ്. അങ്ങനെ ആകുമ്പോൾ എന്താവും പറഞ്ഞാൽ വെള്ളം കൂടുതൽ കുടിക്കണം, പക്ഷേ ചപ്പാത്തിയാണ് നല്ലത്. പെട്ടെന്ന് ദഹിക്കില്ല, ശരീരത്തിന് നല്ലതാണ്, അത്ര ഷുഗർ കണ്ടൻറ്റ് ആവുന്ന പ്രശ്നവുമില്ല. അരിയിലേറെ അതാ നല്ലത്. ഇനി അരിൻ്റെതാ കഴിക്കണമെന്നുണ്ടെങ്കിൽ തവിടുള്ള അരി പറയില്ലേ, ആ സാധനം കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ അതാണ് കൂടുതൽ നേരം ദഹിക്കാൻ സഹായിക്കുന്നത്. ഓട്സ് നല്ലതാണ്, പക്ഷേ എല്ലാവർക്കും ഓട്സ് താങ്ങിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളെ നാട്ടിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പാണ് നല്ലതായിട്ട് ഉള്ളത്. പിന്നെ രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് നട്ട്സ്, കഴിയുമെങ്കിൽ ബദാം, അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉപയോഗിക്കുക. നിങ്ങൾ വൈകുന്നേരം ഈ അൽഫാമിനും ബ്രോസ്റ്റിനും കൊടുക്കുന്ന പൈസ അപ്പാക്കിയിട്ട് കൊടുത്താൽ മതി. കഴിവതും നോമ്പ് സമയങ്ങളിൽ വിശിഷ്യ രാവിലെ മട്ടണും ബീഫും ഒഴിവാക്കുക. അങ്ങനത്തെ മട്ടൺ, ബീഫ്, പോർക്ക് പിന്നെ എന്തായാലും കഴിക്കൂലല്ലോ, അങ്ങനത്തെ റെഡ് മീറ്റ് ഒഴിവാക്കുക. കാരണം അത് നമ്മളെ തടി കൂട്ടാനും കൊഴുപ്പുണ്ടാവാനും ചാൻസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പൊറാട്ടയും അതുപോലെ തന്നെ ബീഫുമാണ്. ആ പൊറാട്ടയും ബീഫും കഴിക്കണതാണ് രോഗിയാവുന്നത്. അത് ഒഴിവാക്കുക. പകരം നമ്മൾ അതുപോലെ തന്നെ രാവിലെ ചോറ് നിർബന്ധമല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പായിട്ട് കഴിക്കാം. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പാല് കുടിക്കുക. പാല് പറ്റാത്തവന് തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ, അതും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം അതിന് ശേഷം കുടിക്കുക. വല്ലാതെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട അച്ചാർ, അതുപോലെ തന്നെ 420 അച്ചാർ, ഇതൊന്നും രാവിലെ തീരെ കഴിക്കരുത്. ഫ്രൂട്ട്സ് കഴിക്കണതിന് കുഴപ്പമില്ല, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കുക. പ്രത്യേകിച്ച് നല്ലത് നമ്മൾ നേന്ത്രപ്പഴം അല്ലെങ്കിൽ പഴം എടുക്കുന്നതിന് കുഴപ്പമില്ല. റോബസ്റ്റ് ആണെങ്കിലും മൈസൂരാണെങ്കിലും എടുക്കാം. ചില ആളുകൾ അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അംശം ഉണ്ടായിക്കോട്ടെ, പ്രോട്ടീന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മുട്ട കഴിക്കുക. മുട്ടൻ്റെ വെള്ള കഴിക്കുക, മഞ്ഞ വേണ്ട. അത് രാവിലെ മുട്ടയുടെ വെള്ള കഴിക്കാം. ഇനി ചിലരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുൾസൈ ആക്കിയിട്ട് കഴിക്കും. അങ്ങനെയാണെങ്കിലും ആ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം എടുക്കുക, വെള്ള ശരീരത്തിലേക്ക് എത്തിക്കോട്ടെ. പിന്നെ പ്രോട്ടീൻ കിട്ടാൻ നല്ലത് കടല ഉപയോഗിക്കാം, അല്ലെങ്കിൽ പരിപ്പ് ഉപയോഗിക്കുക. ഗ്യാസ് കയറൂല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇളനീരിൻ്റെ വെള്ളം ഉപയോഗിക്കുക. ഈ രൂപത്തിൽ ചെയ്യാം. ഇനി നോമ്പ് കഴിഞ്ഞിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഒന്ന്, നോമ്പ് തുടങ്ങിയാൽ പഴയ ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ബാങ്ക് കൊടുത്ത ഉടനെ അറ്റാക്ക് തുടങ്ങണം, ചെയ്തു പോകരുത്. നിങ്ങൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. വെള്ളം ഒറ്റടിക്ക് വാരി കുടിക്കരുത്, മെല്ലെ മെല്ലെ മുറുക്കായിട്ട് വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം ആവാതിരുന്നാൽ നല്ലത്. നല്ല ചൂടിലാണ് പ്രാവശ്യം നോമ്പ് വരിക. അപ്പോൾ തണുത്ത വെള്ളം ആവാതിരുന്നാൽ നല്ലത്. എന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം. ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പല ഫ്രൂട്ട്സും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുന്ന് എല്ലാതും ഒരു തലേന്ന് മറ്റേതാക്കണ്ട. ഇന്ന് നിങ്ങളെ വീട്ടിൽ വത്തക്കയാണെങ്കിൽ ഓക്കെ, ഗുഡ്, വത്തക്ക മാത്രമാക്കുക. നാളെ വത്തക്ക കഴിഞ്ഞിട്ട് പപ്പായ ആണെങ്കിൽ അത് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഓറഞ്ച് ആണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഞാൻ പൊതുവേ ഈ വലിയ പുളിയുള്ള ഫ്രൂട്ട്സ് ഈ സമയം പറയില്ല. കാരണം ഇത്ര നേരം അസിഡിക്കായിട്ട് ബോഡി നിൽക്കുമ്പോൾ പിന്നെ ഓറഞ്ച് ചെല്ലണം അത്ര നല്ലതല്ല. അതുകൊണ്ട് നല്ലത് വത്തക്കയാണെങ്കിൽ എടുത്തോളൂ, അതുപോലെയുള്ള ഫ്രൂട്ട്സ് എടുത്തോളൂ. ഉറുമാമ്പഴം എടുത്തോളൂ, പപ്പായ എടുത്തോളൂ. നിങ്ങളിങ്ങനെയൊന്നും നോക്കണ്ട. നമ്മളെ വീട്ടിലുള്ള ചക്കൻ്റെയും മാങ്ങൻ്റെയും കാലം വരികയാണല്ലോ. ഇൻഷാ അല്ലാഹ് നല്ല നാച്ചുറലായിട്ട് മായം ചേർക്കാത്ത ചക്കയും മാങ്ങ എടുത്തോളൂ. അതും ഒരു ദിവസം ഒന്നെടുക്കുക, അത് അത്യാവശ്യം കഴിക്കുക. പലതും മിക്സ് ചെയ്തെടുക്കണില്ലേറെ. അതല്ലെങ്കിൽ പഴം കഴിക്കുക. അങ്ങനെയുള്ള സംഗതികളായിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്, എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാവുക. ഓരോ ഹോട്ടലിൻ്റെയും പരസ്യം 50-ൽ പരം 100-ൽ പരം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ നോക്കിയതാണ്. അതുകൊണ്ട് എനിക്കിതിന് എത്രയാണ് വില, എവിടെയാണ് കിട്ടുക, ഏതാ കൂടുതൽ ടേസ്റ്റ്, ഓരോന്നിലും എന്താ ഉള്ളതെന്നുള്ളത് ഈ കാണുന്നവരിലേറെ എനിക്കറിയാം. ഇത് ഞാൻ ചെയ്ത് തിന്ന് കഴിഞ്ഞ പ്രാവശ്യം തിന്നാതിരുത്ത് ഇപ്രാവശ്യം വേണ്ട എന്നുള്ള നിയത്തിൽ നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഇത് ഞാൻ കുറച്ചൊക്കെ തിന്നണോനെ എതിർക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ മനുഷ്യന്മാരാണ്.
അനുവദിച്ചതാണ്. കുറച്ചൊക്കെ ചിലപ്പോൾ തട്ടി എന്നൊക്കെ വരും. എന്നാൽ എന്താവരുത്, ഫുൾ ജാർ സോഡ കഴിക്കാനായിട്ട് അതല്ലെങ്കിൽ പകൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ വൈകുന്നേരം ഭയങ്കര ആർഭാടം കാട്ടാനും ഷോ കാട്ടാനും പൊങ്ങച്ചം കാട്ടാനും കാണിച്ച് ശരീരത്തിന് കേട് വരുത്തരുത്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ആയി എന്ന് കരുതിയിട്ട് അങ്ങനെ പൊറുക്കപ്പെടാത്ത സംഗതിയായിട്ട് കാണും വേണ്ട, എല്ലാതും വേണം. അങ്ങനെയുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി ജ്യൂസിൻ്റെ പണിയുണ്ട്. ഈ ജ്യൂസിനൊരു പ്രശ്നമുണ്ട്. ഫ്രൂട്ട്സിൽ ശരിക്കും നല്ല ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ അടങ്ങിയ കാരണത്താൽ ഫ്രൂട്ട്സ് ശരിക്കും എന്താവും, നല്ലതാണ്, നല്ല ശോധന കിട്ടും. പക്ഷെ നമ്മൾ ഈ ഫ്രൂട്ട്സ് എന്താ കാട്ടുക, ജ്യൂസ് അടിക്കും. അപ്പോൾ അതിൽ ഫൈബറുള്ള സാധനമൊക്കെ എന്ത് ചെയ്യും, എടുത്തിട്ട് അരിച്ച് കളയും. എന്നിട്ട് ആ ഷുഗർ മാത്രമുള്ളൂ. എന്നിട്ട് കൂടാതെ നല്ലോണം പഞ്ചസാര കുത്തിക്കലക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചു. നല്ല പുളി, നല്ല രസമുണ്ട്. പക്ഷേ അതിലേക്കുള്ള പഞ്ചസാര കലക്കിയത് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര കുത്തി കലക്കുകയാണ്. അപ്പോൾ അവിടെ ഫൈബറിൻ്റെ ഗുണവും കിട്ടുന്നില്ല, പഞ്ചസാരൻ്റെ കേടവിടെ വരുവാണ്. ഇതിലും വലിയ അപകടമുള്ളൊരു സാധനമുണ്ട്. പലപ്പോഴും ഗൾഫിലൊക്കെ ഈ ഇഫ്താർ കിറ്റിൽ കൊടുക്കുന്നുണ്ടിട്ടുണ്ട് ഈ ഫ്രൂട്ടി പോലെയുള്ള കളർ ഫുഡുകൾ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അപകടം. ആ കളറും ആ പഞ്ചസാരയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പരമാവധി അത് ഒഴിവാക്കുക. അപ്പോൾ പലരും ചോദിക്കും, നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റുമോ, ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പറ്റുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അസിഡിക്കായിട്ട് നിൽക്കുന്ന നേരം അത് നല്ലതല്ല. വെറും വയറ്റിൽ അത് കുടിക്കുന്നത് നല്ലതല്ല. കാരണം വയർ അത്രയും അസിഡിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനേറ്റവും നല്ലത് നല്ലോണം വെള്ളത്തിൽ കുറച്ച് നാരങ്ങയും ആ നാരങ്ങയിൽ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ടാക്കിയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിലെന്ത് ചെയ്യുക, ഉപ്പും പഞ്ചസാരയും പാടെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്, പഞ്ചസാര കുത്തി കലക്കുന്നതിലേറെ. പിന്നെ ചിലർ ചോദിക്കലുണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റുമോ എന്നുള്ളത്. കഞ്ഞി പെട്ടെന്ന് നമുക്ക് ആ ഗ്ലൂക്കോസായി മാറും. അത് തരിക്കഞ്ഞി ആകുമ്പോൾ അതിൽ കുറേ മരുന്നുകളും കറുകപ്പട്ട പോലെയുള്ള പൊതീന പോലെയുള്ള സംഗതികളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്, എനിക്ക് ഏറ്റവും എതിർപ്പുള്ളത് ഈ കരിച്ചതും പൊരിച്ചതും ഇതിലേറെ പ്രശ്നമുള്ളത്, അതിലെ നോൺ വെജിലേറെ പ്രശ്നമുള്ളത് ഉപയോഗിച്ച എണ്ണ കൊണ്ട് തന്നെ പിന്നെയും പലഹാരങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ നോക്കൂ, നിങ്ങളെ വീട്ടിൽ ഒരു 50 സമൂസ ഉണ്ടാക്കണമെങ്കിൽ എത്ര ചിലവുണ്ട് എന്നുള്ളത്. പീടിയിൽ എത്ര രൂപയ്ക്ക് അത് വാങ്ങുന്നത്? എന്താ, ആ എണ്ണ പിന്നെയും ഉപയോഗിക്കുകയാണ്, അവിടെ അപകടം ഉണ്ടാവുകയാണ്. ഇനി 2, അതിലുള്ള മസാലകൾ അതിൽ കൃത്രിമമായിട്ടുള്ളതാണ്. പിന്നെ ഈ സോസിലൊക്കെ പഞ്ചസാര എത്ര കുത്തിക്കലക്കുന്നത്, മയോണൈസിൽ എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ അപകട സാധ്യത വരികയാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. പിന്നെയുള്ള ഒരു രീതിയുണ്ട്, ഇറച്ചി മീനൊന്നും ഞാൻ വല്ലാതെ എതിർക്കലൊന്നുമില്ല. പ്രത്യേകിച്ച് ചിക്കൻ ആണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമല്ല, നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ്. എന്നെന്താക്കരുത്, ചിക്കൻ്റെ ലിവർ അതുപോലെ തന്നെ ചിക്കൻ്റെ അവയവങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ, തലച്ചോറ് പോലുള്ള സാധനങ്ങൾ അങ്ങനെ കഴിക്കരുത്. ഇറച്ചി കഴിക്കുന്നത് പ്രോട്ടീൻ്റെ സോഴ്സാണ്. മൂലക്കുരു പോലുള്ളവരൊക്കെ ഒഴിവാക്കുക എന്നുള്ളതേ പറയുന്നതുള്ളൂ. അതല്ലാത്ത കേസിൽ നല്ല ചിക്കൻ ആണെങ്കിൽ അത് കുഴപ്പമില്ല. എന്നാൽ ബീഫ് പരമാവധി, അതുപോലെ തന്നെ മട്ടൺ പരമാവധി ഒഴിവാക്കുക. മന്തി, ബിരിയാണി പോലുള്ള ഹെവി ആയിട്ട് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ, ഡാൽഡകൾ, വനസ്പതികൾ, നെയ്യൊക്കെ ചേർത്തിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഈ നോമ്പിൻ്റെ സമയത്ത് ഫുൾ ജാർ സോഡ, വേറൊരു സാധനമാണ് 420 അച്ചാർ, ഇങ്ങനെ ഈ വർഷം എന്തായിട്ടാണ് പുതിയത് വരിക എന്നറിയില്ല, ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരും. അപകടം വിളിച്ച് വരുത്തുകയാണ്, വയറിന് അൾസർ ഉണ്ടാക്കുകയാണ്, ആ സുറുക്ക് അവിടെയൊക്കെ കയറ്റുകയാണ്. ആ സാൾട്ടിൻ്റെ കണ്ടൻറ്റ് കാരണം വെള്ളം വലിച്ചെടുക്കുകയാണ്, കിഡ്നികളിലേക്ക് രോഗം വരികയാണ്. അതിൽ ചേർത്ത കെമിക്കൽസ് കിഡ്നിക്കും ലിവറിനും കേടാവുകയാണ്, നിങ്ങളുടെ ദഹനത്തിന് കേടാവുകയാണ്, ആമാശയത്തിന് കേടാവുകയാണ്. ചെയ്തു പോകരുത്. ഇനി നോമ്പുകാരൻ ഭക്ഷണം കഴിക്കേണ്ടത്, നോമ്പ് ആദ്യം തുറക്കുക വെള്ളം കൊണ്ടും നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കൊണ്ടും. നിങ്ങൾക്ക് ആ സമയത്തും വേണമെങ്കിൽ പാൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്, മോര് ഉപയോഗിക്കുന്നത് നല്ല പ്രോബയോട്ടിക് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ കഞ്ഞി ഉപയോഗിക്കുന്നതിനും ഞാൻ വ്യക്തിപരമായിട്ട് എതിര് പറയലില്ല. എൻ്റെ അനുഭവത്തിൽ നല്ല സുഖമാണ്, ശരീരത്തിന് പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യാൻ നന്നാവും. പക്ഷേ കഞ്ഞി എപ്പോൾ ഉപയോഗിക്കരുത് അറിയോ? നമ്മളുടെ രീതി മൂക്കറ്റം ഭക്ഷണം കഴിച്ച് നോമ്പ് നന്നായിട്ട് വാരി വലിച്ച് കിട്ടിയ കരിയും പൊരിയും ഒക്കെ ആയിട്ട് കഴിക്കും. എല്ലാ പഞ്ചസാരയും കുത്തിക്കലക്കി കയറ്റും, എല്ലാ കളർ ഡ്രിങ്ക്സും കയറ്റും. എന്നിട്ട് രാത്രി എന്ത് ചെയ്യും? വാരി വലിച്ച് ബിരിയാണി, അൽഫാം, നെയ്ച്ചോറ്, മന്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റും. കൂടാതെ പൊറാട്ടയും പത്തിരിയും ചിക്കനും ബീഫും വേറെയും കഴിക്കും. ഇത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു കഞ്ഞിയും കുടിക്കും. ആ കഞ്ഞി അപകടമാണ്. കാരണം നിങ്ങൾ അങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ ആ രാത്രി ആ കഞ്ഞിയായിട്ട് കഴിക്കാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യുമ്പോൾ നോമ്പ് തുറക്കുന്ന ഒരു സമയത്ത് അതത്ര പ്രശ്നങ്ങളില്ല. തരിക്കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ സംഗതികൾ കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ആദ്യം എന്ത് ചെയ്യുക, നോമ്പ് തുറക്കുക. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക.
ഭക്ഷണം പലരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരിയും പൊരിയൊക്കെ ആദ്യം കഴിച്ചിട്ട് കിടക്കുന്ന സമയത്തേക്ക് രാത്രിയുള്ള മന്തിയും അൽഫാമും ബ്രോസ്റ്റും കഴിക്കാൻ നിൽക്കും. അങ്ങനെ കഴിക്കാൻ നിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഇതൊക്കെ ശരീരത്തേക്ക് പിടിക്കും. ഇപ്പോൾ വെയിറ്റ് കുറയല്ല ചെയ്യണത്, വെയിറ്റ് കൂടുകയാണ് ചെയ്യണത്. ഇനി വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നോമ്പിന് രാത്രി വൈകിയായിരിക്കും എന്ത് ചെയ്യുക, കിടക്കുക. എല്ലാ ആഘോഷങ്ങളും പർച്ചേസിങ്ങും ഇതൊക്കെ ആക്കുമ്പോൾ ആ നോമ്പിൻ്റെ ചൈതന്യത്തെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തെ കൂടെ അവിടെ നശിപ്പിക്കുകയാണ്. എന്നിട്ട് രാത്രി ഉറക്കമുണ്ടാവില്ല. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കും. ചിലർ അത്താഴേ ഒഴിവാക്കും, ചിലർ രാത്രി ഭക്ഷണം കഴിച്ച് ഒറ്റക്കിടത്തം കിടക്കും. ഇത് രണ്ടും അപകടമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അത്താഴം കഴിക്കും, പക്ഷേ പിന്നെ മൂക്കറ്റം കിടന്നുറങ്ങും, രാവിലെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? അസിഡിക്കാവും. വയറിലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, വയറിൽ അസിഡിറ്റി, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, പുളിച്ചുതേട്ടൽ, നെഞ്ചരിച്ചിൽ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാവും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സംഗതിയും കൂടെ വരാണ്ട്, നമ്മൾ സാധാരണ വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നോമ്പല്ല എഴുതിയിട്ട് വ്യായാമം തീരെ ഇല്ലാതെയാക്കും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നല്ലത് എങ്ങനെയാണ് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്താൽ നന്നായിട്ട് ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കാത്ത രൂപത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ വിയർത്ത് എല്ലാം വറ്റി നിങ്ങൾക്ക് നോമ്പ് തുറന്നാൽ ആ ശരീരം എനർജി ഉപയോഗിക്കുകയും ചെയ്യും, കഴിക്കുന്ന ഭക്ഷണ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യില്ല. രാവിലെ നിങ്ങൾ വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈൽഡ് വ്യായാമം ചെയ്യുന്നതാണ് നല്ലത്. വെയിൽ കൊള്ളാം, ഫ്രഷ് എയർ കൊള്ളാം, പിന്നെ കിടക്കാതെ ആ സമയം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. ഇനി രാത്രി നിസ്കാരത്തിനും തഹജ്ജുദിനൊക്കെ വേണ്ടി എണീക്കുന്ന ആളുകളാണെങ്കിൽ ഉച്ചയ്ക്ക് അല്പസമയം കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ബോഡിക്ക് ഉറക്കവും കിട്ടും, വിശ്രമവും കിട്ടും. പിന്നെ വെള്ളം കൂടി കുറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 ലിറ്റർ രാവിലെ കുടിക്കുക, 1 ലിറ്റർ രാത്രി കുടിക്കുക. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും വെള്ളം ഉള്ളിലേക്ക് എത്തിക്കുക. സ്ത്രീകളിലുള്ള മൂത്രക്കടച്ചിൽ, കിഡ്നി സ്റ്റോണ്, അതുപോലെ തന്നെ വയറുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ, മലമുറക്കൽ, അങ്ങനെ ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാവൽ, പൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാവൽ, ഇതൊക്കെ പലപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വെള്ളം കുടിയുടെ കുറവ് കൊണ്ടാണ്. അത് കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നോമ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് മാറുന്നു മാത്രമല്ല, ആശുപത്രി ബില്ലുകളും അടുക്കള ബില്ലും നന്നായിട്ട് കുറഞ്ഞു കൊണ്ടുവരും. ഇല്ലെങ്കിൽ അടുക്കള ബില്ല് കൂടും, ആശുപത്രി ബില്ല് കൂടും, ആരോഗ്യം കുറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ രോഗം കുറയാണ് ഉണ്ടാവുക. അതിനാവട്ടെ നിങ്ങളുടെ നോമ്പ്. ഈ സന്ദേശം പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.